നിങ്ങൾ വായിക്കുന്ന ആളാണോ? ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് വായിച്ചു തുടങ്ങണം. കാരണം ഈ വായന നിങ്ങളെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റും. ഒരു ദൂരയാത്ര ചെയ്തു വരുന്ന ഒരു യാത്രക്കാരനുണ്ടാകുന്ന അനുഭവത്തെക്കാൾ കൂടുതൽ അനുഭവങ്ങളും കഥകളും ഒരു വായനക്കാരനായ നിങ്ങൾക്ക് പറയാനുണ്ടാകും. ഒരു വായനക്കാരനായ നിങ്ങളും നിങ്ങളുടെ മനസ്സും തമ്മിൽ പല കാര്യങ്ങൾക്കും ഡിബേറ്റ് നടത്തും. അഥവാ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സംവാദങ്ങൾ നടത്തും. ആ സംവാദങ്ങളില് പല അഭിപ്രായങ്ങളും വീക്ഷണങ്ങളും നിലപാടുകളും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞാല്, അല്ലെങ്കിൽ അതെന്താ ഇങ്ങനെ ചെയ്താല്, അല്ലെങ്കിൽ അതിലെന്താ ഇങ്ങനെ മാറ്റം വരുത്തിയാല്, അതല്ല അത് ഇങ്ങനെ പറഞ്ഞ ഒന്നുകൂടി നന്നാകുമായിരുന്നു, അല്ലെങ്കിൽ ആ കഥാപാത്രം എന്താ പെട്ടെന്ന് മരിച്ചത്, അല്ലെങ്കിൽ അയാളെ കുറച്ചുകൂടി കഥയിൽ നിലനിർത്താമായിരുന്നു എന്നൊക്കെ നിങ്ങളുടെ മനസ്സും നിങ്ങളും തമ്മിൽ ഇങ്ങനെ ഡിബേറ്റ് നടത്തിക്കൊണ്ടേയിരിക്കും. ഈ വായന നിങ്ങളെ ലോകവീക്ഷണത്തെയും സംസ്കാരത്തെയും നയരൂപീകരണത്തെയും എല്ലാം അടിമുടി മാറ്റിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് വായന ആരംഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു ബെസ്റ്റ് വേർഷനെ ഈ വായന നിങ്ങളുടെ പുറത്തെത്തിക്കും. ഒരുപക്ഷെ ഈ വായന അറേബ്യയിലെ ആൽക്കമിസ്റ്റിനെ ആരാധിക്കുന്ന, പിരമിഡ് തേടി പോകുന്ന സാന്റിയാഗോയിലെ ആ ബാലനായി നിങ്ങളെ മാറ്റിയേക്കാം. അതുമല്ലെങ്കിൽ ഹാരി പോട്ടറിന്റെ മാന്ത്രികതയിലേക്കോ ആലീസിന്റെ അത്ഭുത ലോകത്തേക്കോ ഈ വായന നിങ്ങളെ കൊണ്ടെത്തിക്കും. അതുമല്ലെങ്കിൽ ഷെർലക് ഹോംസിന്റെ നിരീക്ഷണ പാഠവും കണ്ട് നിങ്ങളെ ഈ വായന തികച്ചും അത്ഭുതം കുറിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളിലെ ഒരു നല്ല വ്യക്തിയെ പുറത്തെടുക്കാൻ വേണ്ടി, നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷനെ ഈ സമൂഹത്തിലേക്ക് സമർപ്പിക്കാൻ വേണ്ടി കുറച്ചെങ്കിലും ചെറുതെങ്കിലും ഒരു നല്ല വായനക്കാരനാകും.